വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരമൽ, അതായത് ക്രീം കാരമലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സൗത്ത് അമേരിക്ക അതുപോലെ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ അവർ ഫ്ലാൻ എന്ന് പറയും, എഗ് ഫ്ലാൻ എന്ന് പറയും. നമ്മുടെ ഏഷ്യയിൽ നമ്മളെല്ലാവരും ക്രീം കാരമൽ എന്ന് പറയും. അടിപൊളിയായിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് വേയിൽ എങ്ങനെയാണ് നല്ലൊരു ക്രീം കാരമൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഹിയർ ഈസ് എ റെസിപ്പി. ലെറ്റ്സ് ഗോ ടു ദി ബേക്ക് ഷോപ്പ്. അപ്പം ഒരു പെർഫെക്റ്റ് ക്രീം കാരമൽ അല്ലെങ്കിൽ ഫ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കാരമൽ വേണം. അപ്പം കാരമൽ ഉണ്ടാക്കുമ്പോൾ തന്നെ ഡ്രൈ കാരമലാണ് ഏറ്റവും ബെസ്റ്റ് ക്രീം കാരമൽ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ പുറകിൽ തന്നെ ഇപ്പം തന്നെ ഞാൻ ആ പാൻ ഓൾറെഡി ചൂടാക്കാൻ വച്ചു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആ പാൻ ചൂടായി കഴിഞ്ഞാൽ കുറേശ്ശെ ഷുഗർ സ്പ്രിങ്കിൾ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി നമ്മുടെ ഈ കാരമലിന് വേണ്ടി. കാണാം എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ക്രീം കാരമൽ ഉണ്ടാക്കുന്ന നോക്കാം. ഡ്രൈ കാരമൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മൾ സ്പൂൺ ഉപയോഗിച്ചോ സ്പാച്ചിൽ ഉപയോഗിച്ചോ മിക്സ് ചെയ്യാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് കളർ കൂടുന്നു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പാൻ ഒന്ന് പൊക്കുക, തീ കുറയ്ക്കുക, എന്നിട്ട് പാൻ വെച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ആ ഷുഗർ സ്പ്രെഡ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ നല്ല ഒരു ഇത് കിട്ടത്തുള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ക്രീം കാരമൽ ഉണ്ടാക്കാനുള്ള ക്രീമിന് വേണ്ടി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എഗ്ഗിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യമേ ആഡ് ചെയ്യുന്ന വാനില, മിൽക്ക്, ഷുഗർ, ഇനി നമ്മളുണ്ടാക്കിയ ക്രീം കാരമൽ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് അരിച്ച നമ്മുടെ ക്രീം കാരമൽ മിക്സ് നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയ കാരമലിൻ്റെ മുകളിൽ ഒഴിച്ച് നമുക്ക് ഏകദേശം 160 ഡിഗ്രിയിൽ 35 മിനിറ്റ് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബേക്ക് ചെയ്യുന്നത് വാട്ടർ ബാത്ത് ഉപയോഗിച്ചാണ്, അല്ല എങ്കിൽ മുട്ട അതിൻ്റെ അകത്തിരുന്ന് തന്നെ ഓംലെറ്റ് ആയി പോകും കേട്ടോ. അപ്പം നമ്മൾ ക്രീം കാരമലിന് മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം മിക്സ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കാരമൽ പ്രോപ്പറായിട്ട് സെറ്റായതിന് ശേഷം മാത്രമേ, അതായത് നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ക്രീം കാരമലിൻ്റെ ലിക്വിഡ് കാരമലിന് മുകളിൽ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം കാരമൽ നല്ല പെർഫെക്റ്റ്ലി ബേക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല സെറ്റപ്പായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്ന വരെ, അതായത് മാക്സിമം തണുക്കുന്ന വരെ, ഇപ്പോൾ എത്ര മണിക്കൂർ ഫ്രിഡ്ജ് വെക്കുക, ഇപ്പോൾ 3-4 മണിക്കൂർ വെച്ചാൽ ഒരു കുഴപ്പമില്ല. നല്ലവണ്ണം തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്യാൻ കാണിക്കാൻ നിങ്ങളെ എങ്ങനെയാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രീം കാരമൽ ഉള്ളത് കേട്ടോ. എന്നാലും ഫ്രിഡ്ജിലോട്ട് പോട്ടെ. അപ്പോൾ കാരമൽ നല്ലോണം തണുത്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ ചെറുതായിട്ട് ടച്ച് ചെയ്ത് ഒന്ന് അടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഡീമോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി ഓറഞ്ചോ എന്ത് ഫ്രൂട്ട്സ് വേണമെന്ന് വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നിർബന്ധമൊന്നുമില്ല, ഏതെങ്കിലും വെക്കണമെന്നൊന്നും. ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീം കാരമൽ അഥവാ ഫ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര എഗ്ഗിയാണ്, കസ്റ്റഡിയാണ്, റിച്ചാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി.
കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വളരെ സോഫ്റ്റാണ്, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം. വളരെ സോഫ്റ്റാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഞാൻ കാണിച്ച ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ക്രീം ക്യാരമൽ അഥവാ ഫ്ലാൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിംഗ് കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. സീ യു നെക്സ്റ്റ് ടൈം. കറക്റ്റ് കാരാമലിൻ്റെ ഫ്ലേവറും എഗ്ഗിൻ്റെ കസ്റ്റഡി ലുക്കും ആ ടേസ്റ്റ് വളരെ നല്ലതാണ്. കാരാമൽ ഇൻ കേസ് നമുക്ക് കൂടുതലായി പോയി കഴിഞ്ഞാൽ ഒരു കയ്പ് ചുവ വരും. സോ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് കാരാമലുമാണ്. സ്പോഞ്ച് പോലെ ഇരിക്കും.